ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്തോറും പഴയത് പലതും മറന്നുപോകും, ചില ഓർമ്മ ചിത്രങ്ങൾ ബാക്കിയുണ്ടാവും. ഞാനിപ്പോഴിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ സെൻറ് ആൻറ്റണീസ് UP സ്കൂളിലാണ്, എൻ്റെ വിദ്യാലയത്തിലാണ്. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച പാഠപുസ്തകങ്ങളുടെ ഒരു സമാഹാരം, കേരള പാഠാവലി മലയാളം ഒരു വട്ടം കൂടി എൻ്റെ പാഠപുസ്തകങ്ങൾ DC ബുക്സിലൂടെ ലഭിച്ചു. ഏറെ സന്തോഷം നൽകുന്ന ഒരു സമ്മാനമാണ് ഇത്. കേരളപ്പിറവി മുതൽ 1990-കൾ വരെയുള്ള കേരള പാഠാവലികളുടെ ഈ സമാഹാരം മലയാളികളെ രൂപപ്പെടുത്തുകയും സവിശേഷ വ്യക്തിത്വങ്ങളാക്കി മാറ്റുകയും ചെയ്ത പാഠപുസ്തകങ്ങളാണ്. ഈ ക്ലാസ് മുറികളിലിരുന്ന് പണ്ട് പഠിച്ച പാഠഭാഗങ്ങൾ ഒരിക്കൽ കൂടെ ഓർക്കുവാൻ അവസരം നൽകിയ DC ബുക്സിന് നന്ദി. പണ്ട് പഠിച്ചതെല്ലാം വർഷങ്ങൾക്കിപ്പുറം വർണ്ണചിത്രങ്ങളായി തെളിയുന്നു മനസ്സിൽ. ഇതൊരു വലിയ അനുഭവമാണ് കേട്ടോ. നീലാകാശം പീലികൾ വിരിയും പച്ചത്തെങ്ങോല, തെളിഞ്ഞ മഞ്ഞ പൂങ്കിളിയാകെ ചുവന്ന റോസാപ്പൂ, തവിട്ടു പശുവിൻ വെളുത്ത പാല് കുടിച്ചതിൽ പിന്നെ കറുത്ത രാത്രിയിൽ ഈ നിറമെല്ലാം ഓർത്തുകിടന്നു ഞാൻ. ഇത്രയ്ക്കൊന്നും സാങ്കേതിക സൗകര്യങ്ങളും വിനോദോപാധികളും ഒന്നും ഇല്ലാത്തൊരു കാലത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ വിസ്മയം തീർത്തിട്ടുണ്ട് ഈ പാഠപുസ്തകങ്ങളിൽ, കഥാപുസ്തകങ്ങളിൽ കണ്ടതും കേട്ടതും വായിച്ചതുമെല്ലാം. പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി, ഇരുളും വെട്ടവും അറിയാതങ്ങനെ ഇരുന്നു നാളുകൾ നീക്കി, അരളിച്ചെടിയുടെ ഇല തന്നടിയിൽ അരുമക്കിങ്ങിണി പോലെ വീശും കാറ്റത്തിളകിത്തുള്ളി വീഴാതങ്ങനെ നിന്നു. 1940-കളുടെ അവസാനം മുതൽ 1990-കൾ പൂർത്തിയാകുന്നത് വരെയുള്ള കാലത്തെ പാഠപുസ്തകങ്ങൾ സമന്വയിപ്പിച്ചതാണ് ഒരു വട്ടം കൂടി എന്ന ഈ 3 സമാഹാരങ്ങളിലായി. പല തലമുറകൾക്ക് ഓർമ്മ പുതുക്കുവാനുള്ള അമൂല്യമായ ഒരു നിധി. ജീവിതം അർത്ഥപൂർണമാകുന്നത് മുന്നോട്ട് കുതിക്കുമ്പോഴും പിന്നിട്ട വഴികളിലെ ഓർമ്മകൾ ഹൃദയത്തിൽ മായാതെ മറയാതെ സൂക്ഷിക്കാൻ സാധിക്കുമ്പോഴാണ്. ഒരു വട്ടം കൂടി ആ നല്ല ഓർമ്മകളിലേക്ക്, ആ നല്ല പഠനകാലത്തേക്ക് തിരിച്ചു പോകാം ഈ പുസ്തകങ്ങളിലൂടെ.